ഹരിത മിഷൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്ര കാവിൻ്റെ ഈ വർഷത്തെ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം. മോളത്തുംകാവ് കാവുകളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ്. ഇപ്രാവശ്യത്തെ പച്ചത്തുരുത്ത് അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് മോളത്തുംകാവിന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള മികച്ച കാവിനുള്ള പച്ചത്തുരുത്ത് അവാർഡ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ ബേരടുക്ക പഞ്ചായത്തിലെ ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്ര ഭരണസമിതിയും നാട്ടുകാരും. സംസ്ഥാനതല പച്ചത്തുരുത്ത് പുരസ്കാരം ബേഡെടുക്ക അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ മോലോത്തുങ്കാൽ കാവിന് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്ര ഭരണസമിതിയും നാട്ടുകാരും. ഒട്ടേറെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച അംഗീകാരമാണ് ഈ അവാർഡെന്ന് സമീപവാസികൾ പറഞ്ഞു. കാവുകളിലെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ മലിനമാകാതെ സംരക്ഷിക്കുകയും തനിമ നിലനിർത്തുകയും വർഷങ്ങൾ പഴക്കമുള്ള അപൂർവ വള്ളിമരവും നക്ഷത്രവനവും നവഗ്രഹോദ്യാനവും ഔഷധ സസ്യത്തോട്ടങ്ങളും കാവിന്റെ പ്രത്യേകതയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളും വള്ളിപ്പടർപ്പുകളും വിവിധ തരം പക്ഷികളുടെ കളകളാരവങ്ങളും കാവിനെ ധന്യമാക്കുന്നു. അപൂർവ സസ്യജാലങ്ങൾ നിറഞ്ഞ 6 ഏക്കറിലേറെ ചെറുവനമാണ് കാവിനുള്ളത്. കേരളത്തിലെ ആമയൂട്ട് നടത്തുന്ന ഏക ക്ഷേത്രമാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. ഒട്ടേറെ സഞ്ചാരികളാണ് നിത്യേന ഈ കാവും ക്ഷേത്രവും ആമക്കുളവും സന്ദർശിക്കുന്നത്. ചമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി അധ്യാപികയാണ്. സർക്കാരിന്റെ ഈ വർഷത്തെ പച്ചത്തുരുത്തിന്റെ അവാർഡ് ബേഡെടുക്ക പഞ്ചായത്തിലെ മോലോത്തുങ്കാവ് ഭഗവതി ക്ഷേത്ര കാവിന് ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. എന്റെ പഠന ഗവേഷണ കാലയളവിൽ ഇടനാടൻ ചെങ്കൽ കുന്നുകളിലെ കാവുകളെക്കുറിച്ചുള്ള പഠനത്തിൽ ഈ കാവ് ഞാൻ പഠന വിധേയമാക്കിയിരുന്നു. ഈ കാവിലെ ഔഷധ സസ്യ കലവറയും സാമ്പത്തിക പ്രാധാന്യമുള്ള ചെടികളെയും നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഈ ഒരു കാവ് സൂക്ഷ്മ കാലാവസ്ഥ പ്രതിനിധാനം ചെയ്യുന്നതോടൊപ്പം ആമയുടെ സംരക്ഷണവും നമുക്ക് എടുത്തു പറയാവുന്നതാണ്. സർക്കാരിന്റെ പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ ഒരു പച്ചത്തുരുത്ത് പദ്ധതി നമുക്ക് സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അവാർഡ് കിട്ടിയതിൽ നമുക്ക് ജില്ലയിലെ ആൾക്കാർ എന്ന നിലയിൽ തന്നെ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ക്ഷേത്ര ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നിരന്തരമായ ശ്രമഫലമായിട്ടാണ് ക്ഷേത്ര പരിസരത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ നിലയിൽ കാവ് സംരക്ഷിക്കുന്നതെന്ന് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ ജനാർദ്ദനൻ നായർ പറഞ്ഞു. ക്ഷേത്രത്തിന്റെയും കാവിന്റെയും പ്രസിദ്ധമായ ആമക്കുളത്തിന്റെയും വികസനത്തിനാവശ്യമായ സഹായ സഹകരണങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ തന്നെ കേരളത്തിലുടനീളം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് ബേഡെടുക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കാസർഗോഡ് ജില്ലയിലാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ സ്വന്തം മക്കളെ മാതിരി പോറ്റി വളർത്തിയ നമ്മുടെ കാവ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചും വികസിപ്പിച്ചുകൊണ്ടും നമ്മൾ പരിപാലിച്ചു പോകുന്ന നമ്മുടെ കാവിന് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ കേരളത്തിൻ്റെ കാവിൻ്റെ ഇതിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. പച്ചത്തുരുത്ത് അത് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയയിലാണ് വരുന്നത്. പച്ചത്തുരുത്ത് ബേഡെടുക്ക പഞ്ചായത്ത് രജിസ്റ്റേർഡ് നമ്പർ ബോർഡും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മാനമാണ് ഇപ്പോൾ ഇന്നലെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയാണ് അവാർഡ് വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രചരണം തന്നെയായിരുന്നു. എല്ലാ പത്രക്കാരും വിളിച്ചു, കാര്യങ്ങളും ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളെല്ലാം ഇതിലെല്ലാം ഇതിൻ്റെ പരസ്യങ്ങൾ വളരെ നന്നായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പ്രശസ്തി ഒന്നുകൂടി വളരെ നന്നായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും വരെ ഈ നമ്മുടെ അമ്പലത്തിൻ്റെ പ്രശസ്തി എത്തിയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും ഇനി അങ്ങോട്ട് ഈ കാവ് സംരക്ഷണവും ബാക്കി കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പലത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ അമ്പലം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു അമ്പലമാണ്. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിലും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരും ഇവിടെ ഭക്തജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ കാവ് സംരക്ഷണവും ബാക്കി അമ്പലത്തിന് നടത്തിപ്പൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഏതാണ്ട് നമ്മുടെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ടൂറിസം വകുപ്പും മറ്റ് സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ കാവ് സംരക്ഷണം ഫോറസ്റ്റ് ഈ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു തുക നമ്മുടെ ഈ അമ്പലത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ അമ്പലം ഇനിയും ഭാവിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ കാവ് സംരക്ഷണം കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഏതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഈ അവാർഡിൻ്റെ കാവിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം നമുക്ക് ഈ അമ്പലത്തിന് കിട്ടിയോടുകൂടി നമ്മുടെ അമ്പലത്തിലെ ശ്രദ്ധ തിരിയുമെന്നാണ് പിന്നെ നമ്മൾ കണക്കൂട്ടുന്നത്. മുൻകാലങ്ങളിലും ഈ കാവ് സംരക്ഷണത്തിനും ബാക്കി കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഫോറസ്റ്റിൽ നിന്നും മറ്റ് പിന്നെ വനം വകുപ്പിൽ നിന്നെല്ലാം നമുക്ക് സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ ഫോറസ്ട്രി വനം വകുപ്പിൽ നിന്ന് നമ്മൾ പിന്നെ മരത്തൈകൾ കൊല്ലന്തോറും വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ അത് ഫ്രീ ആയിട്ടാണ്, പൈസ കൊടുക്കണ്ട, നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അടക്കം നമ്മൾ 300 മരങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വെച്ചത്. അതൊക്കെ നമ്മൾ പരിപാലിക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ നമ്മളിത് പരിപാലിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മുമ്പോട്ട് ശ്രമിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് സാമ്പത്തിക സഹായം ഇല്ലാത്തൊരു അമ്പലമായതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തും അതിൻ്റെ സഹായം വേണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹരിത കേരള മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെ പച്ചത്തുരുത്തിനുള്ള അവാർഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ പെടുന്ന അടുക്കത്ത് കാവ് ക്ഷേത്രം കാവിന് അനുവദിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 600 വർഷത്തിലധികം പഴക്കമുള്ള ഈ കാവിന് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചതിൽ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കുള്ള അഗൈതവുമായ നന്ദി സംസ്ഥാന ഹരിത കേരള മിഷനോടും അതുപോലെ തന്നെ ജില്ലാ ഹരിത കേരള മിഷനോടും അറിയിക്കുകയാണ്. മികച്ച കാവുകൾക്കുള്ള അവാർഡ് പച്ചത്തുരുത്ത് ശ്രീ അടുക്കത്ത് മോലത്ത് ഭഗവതി ക്ഷേത്രത്തിന് കിട്ടിയതിൽ സന്തോഷമുണ്ട്. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ്റെ പച്ചത്തുരുത്ത് എന്നുള്ള ഇതിൽ നമുക്ക് അവാർഡ് കിട്ടിയതിന് നമ്മുടെ അമ്പലത്തിനും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അതിയായ സന്തോഷമാണ്. അവർ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, മരങ്ങളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ഔഷധ സസ്യങ്ങൾ അങ്ങനെയെല്ലാം നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വന്നവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അവരുടെ സഹായം കൊണ്ടും നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. അത് ഇത്രയും വലിയ കേരളത്തിൽ ഇത്രയും ഒരുപാട് പച്ചത്തുരുത്തും വളരെ ഭംഗിയോടെ നിൽക്കുന്ന നമ്മളെ കേരളത്തിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ഈ ചെറിയൊരു ഒരു തുരുത്തിന് കിട്ടണമെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര സംഭവം തന്നെ. ഇത് തന്നതിനും വളരെ സന്തോഷം. കേരള സർക്കാരിൻ്റെ പച്ചത്തുരുത്ത് അവാർഡ് ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ലഭിച്ചത് അതിയായ സന്തോഷമുണ്ട്. പരിസ്ഥിതി പ്രാധാന്യമുള്ള ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഈ അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷം. ഈ വർഷത്തെ കാവ് സംരക്ഷണത്തിൻ്റെ സംസ്ഥാന മെഡലിന് കാസർഗോഡ് ജില്ലയിലെ ബേഡെടുക്ക പഞ്ചായത്ത് ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം മോലത്തങ്കാവ് ഇന്ന് കിട്ടിയിരിക്കുന്ന അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പ്രദേശത്തിലെ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടെല്ലാം ഹരിതം നിലനിൽക്കുന്ന ഒരു കാവ് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അമ്പലത്തിന് അവാർഡ് കിട്ടിയതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. കാലാകാലങ്ങളായിട്ട് കാവ് നിലനിന്നു പോകുന്നൊരു അമ്പലമായിരുന്നു. അതുപോലെ തന്നെ ആമക്കുളം അങ്ങനെയുള്ള കുറേ സവിശേഷത ഈ അമ്പലത്തിനുണ്ട്. ഹരിത കേരള മിഷൻ്റെ കേരള സംസ്ഥാന തലത്തിൽ നടത്തിയ അതായത് ക്ഷേത്രങ്ങളും കാവുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സർവേയിൽ ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാവിന് പച്ചത്തുരുത്ത് പദ്ധതിയിൽ 1-ാം സ്ഥാനം നേടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതായത് നമ്മൾ ചുറ്റുവട്ടത്തിലെ ആൾക്കാരായി കഴിഞ്ഞാലും കമ്മിറ്റി അംഗങ്ങളായി കഴിഞ്ഞാലും എല്ലാ കാര്യത്തിലും കാവ് സംരക്ഷണത്തിലും ബാക്കിയുള്ളവരും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ആൾക്കാരുടെ ഇടയിലുമുള്ളത്. അപ്പോൾ കാവ് സംരക്ഷണത്തിൽ പ്രധാനമായും അതിനകത്ത് ഒരുപാട് മരങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പുനഃസംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതായത് ചെറിയ ഒരുപാട് പക്ഷി മൃഗാദികളും ഒക്കെയുള്ള ഒരു കാവായതുകൊണ്ട് പക്ഷികൾക്ക് അത് കഴിക്കുന്ന രീതിയിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് മാത്രം ഒന്നും കൂടി അഭ്യർത്ഥിക്കാനുണ്ട് അതിൽ. അപ്പോൾ നശിച്ചു പോകുന്ന കാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. പരിസ്ഥിതി പ്രാധാന്യമുള്ള നമ്മുടെ ഈ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ വനസംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് അവിടെ ആവശ്യമുണ്ട്. പ്ലാസ്റ്റിക് സംസ്കരണം, അതുപോലെ ജൈവ മാലിന്യ സംസ്കരണം, ഇതിനൊക്കെ വേണ്ട സൗകര്യങ്ങളും സർക്കാർ ചെയ്തു തരുമെന്ന് ആഗ്രഹിക്കുന്നു. ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഒരു ആഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട്. അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പച്ചത്തുരുത്തിനുള്ള അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സ്കൂളും ക്ഷേത്രവും തമ്മിൽ
അഭേദ്യമായൊരു ബന്ധമുണ്ട്. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾ സ്കൂളിലെ പാർക്കും അധികവശവും സന്ദർശിക്കാറുണ്ട്. പിന്നെ ഭഗവതിയെ കൂടാതെ ക്ഷേത്രത്തിൽ സരസ്വതി ദേവി കൂടിയുണ്ട്. അവിടെ എഴുത്തിനിരുത്തുന്ന കുട്ടികളിൽ ഈ പ്രദേശത്തെ ഒട്ടുമിക്ക കുട്ടികളും ഇരുത്തിയതിന് ശേഷം നമ്മളെ സ്കൂളിലേക്കാണ് ആദ്യാക്ഷരം കുറിച്ചതിന് ശേഷം വരുന്നത്, നമ്മുടെ LP സ്കൂൾ മോലത്തുംകാവ് ചേരിപ്പാടി സ്കൂളിലേക്ക്. കേരളത്തിലെ നിവേദ്യമായിട്ട് ആമക്ക് നിവേദ്യം നൽകുന്നതും എരുമപ്പാൽ നിവേദ്യം നൽകുന്നതുമായ ഏക ക്ഷേത്രമാണ് നമ്മളെ ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ സ്കൂളിലെ കുട്ടികളെ നമ്മൾ ആമപ്പള്ളം കാണാനും ഏകദേശം 12ഓളം ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു മരങ്ങൾക്കിടയിൽ, അതായത് കൊടും വനമെന്ന് തന്നെ പറയാം, അതിൻ്റെ ഇടയിൽ കൂടെ അവരെ നടത്തിക്കാനും ഇവർക്കിതൊക്കെ വീക്ഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ. വലിയ ഒരു സന്തോഷം നമ്മുടെ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം, തൊട്ടടുത്ത ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അമ്പലത്തിന് ഇങ്ങനെ ഒരു ബഹുമതി ലഭിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു.